മലയാളിക്ക് വായനയുടെ വാതായനങ്ങൾ തുറന്നിട്ട് അനശ്വര പ്രതിഭയാണ് മുട്ടത്തുവർക്കി എന്ന് കേസരി വിശേഷിപ്പിച്ച ഈ എഴുത്തുകാരൻ, ആ മലയാളിയുടെ ലോകത്തെ വികസിപ്പിച്ച എഴുത്തുകാരൻ മുട്ടത്തുവർക്കി. ആ സർഗചേതനയിൽ വിരിഞ്ഞ സൃഷ്ടിയാണ് ഇണപ്രാവുകൾ. ഇണപ്രാവുകളിലെ ഇതിവൃത്തം പരാജയപ്പെട്ട പ്രണയമാണ്. ഈ നോവൽ വായിക്കുന്ന ഏതു ചെറുപ്പക്കാരനും തോന്നുന്നതേ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ പരസ്യത്തിലെ നായകനും തോന്നിയിട്ടുള്ളൂ. ലൈബ്രറി പശ്ചാത്തലത്തിൽ നാം വിടുന്ന ആ പ്രണയഭാവന അത്രമേൽ വലിയ പാതകമാണോ? അല്ലെങ്കിൽ ആ പരസ്യം നിർമ്മല കോളേജ് അധികൃതർ പിൻവലിച്ചത് എന്തിനാണ്? ആരെ ഭയന്നിട്ടാണ്? ആന്റണിയും റാഹേലുമാണ് ഇണപ്രാവുകളിലെ പ്രധാന കഥാപാത്രങ്ങൾ. അവർ ജീവൻ കൊടുത്ത് പ്രണയിച്ചതാണ് ആ നോവലിൽ. ആ നോവലിൽ പ്രണയമല്ലാതെ രണ്ടാം ലോക മഹായുദ്ധം സ്വപ്നം കാണാൻ കഴിയുമോ? ചോദ്യം ഇതാണ്. പരസ്യം പിൻവലിച്ചത് സദാചാര സമ്മർദ്ദം മൂലം. കോളേജിന്റെ പ്രഖ്യാപിത മൂല്യങ്ങൾക്കെതിരാണ് പരസ്യമെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. പുതിയ അധ്യയന വർഷത്തെ വിദ്യാർത്ഥി പ്രവേശനത്തിന് വേണ്ടി തയ്യാറാക്കിയ ഹ്രസ്വചിത്രമാണ് 1990കളിൽ ഇറങ്ങിയ നിറക്കൂട്ട് എന്ന സിനിമയിലെ പൂമാനമേ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരമായിരുന്നു പുറത്തുവന്ന വീഡിയോയിൽ. കോളേജ് ലൈബ്രറിയിൽ പ്രണയിക്കുന്ന ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും രംഗങ്ങളാണ് വീഡിയോയിലുള്ളത്. ലൈബ്രറിയിൽ പുസ്തകം ആസ്വദിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന ആൺകുട്ടിയിൽ നിന്നാണ് ഹ്രസ്വ വീഡിയോയുടെ തുടക്കം. വായനയ്ക്കിടെ ആൺകുട്ടിയുടെ ശ്രദ്ധ ലൈബ്രറിയിൽ പുസ്തകം പരതുന്ന പെൺകുട്ടിയിൽ പതിയുകയും ഇരുവരും പ്രണയത്തിലാവുകയും ചെയ്യുന്ന ഭാവന മാത്രമാണ് ആ പരസ്യത്തിൽ ഉള്ളത്. കോളേജ് അധികൃതർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ആ ദൃശ്യങ്ങൾ ഞങ്ങൾ ബ്ലർ ചെയ്തത്. അത് കോളേജിൻ്റെ വിദ്യാർത്ഥികളുടെ സൈബർ ബുള്ളിയിങ് കാരണമാണ് എന്നാണ് കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം. നമുക്കിപ്പം ആത്മജോയ്, നിർമ്മല കോളേജിലെ UECയും SFI കോളേജിൻ്റെ പ്രതിനിധിയും ചേരുന്നുണ്ട്. ഞങ്ങൾ KV തോമസ് പ്രിൻസിപ്പൽ നിർമ്മല കോളേജിനെ ക്ഷണിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം അവസാന നിമിഷം ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറായിട്ടില്ല. ആത്മജോയ്, ഈ പരസ്യചിത്രം എന്തിനാണ് പിൻവലിച്ചത് എന്നാണ് കോളേജ് അധികൃതർ നിങ്ങളോട് പറയുന്നത്? ആദ്യം തന്നെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, കോളേജിലെ വിദ്യാർത്ഥി നിലയ്ക്കാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുന്ന വിദ്യാർത്ഥി സമൂഹം ചോദിക്കുന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത് വിവാദമാകുന്നത്? അല്ലെങ്കിൽ ഇത്രമാത്രം എന്താണ് വിവാദമാകത്തക്ക രീതിയിൽ ഇതിന് പ്രസക്തി? കേവലം നമ്മൾ വീഡിയോ കണ്ടു, അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലർ ചെയ്ത വീഡിയോ ആണെങ്കിൽ കൂടി അല്ലാതെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ കൃത്യമായിട്ട് ലൈബ്രറി ആസ്പദമാക്കി കോളേജിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് കോളേജ് തയ്യാറാക്കിയ വീഡിയോകളിൽ 10-50ഓളം വീഡിയോകളിൽ കേവലം ഒരു വീഡിയോ മാത്രമാണത്. അപ്പോൾ ഈ വീഡിയോ എന്നാണ് തയ്യാറാക്കുന്നത് ആത്മജ്? എന്നിട്ട് ഇത് വിവാദമായത്, ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ 1 മാസം മുമ്പാണ് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് അപ്പോൾ പ്രൊമോഷന്റെ അല്ലെങ്കിൽ പുതിയ പ്രചരിച്ചു തുടങ്ങിയത് 2 ആഴ്ച മുന്നെയാണ്. 2 ആഴ്ചയോളമായി. ഈ 2 ആഴ്ചയായിട്ടും കോളേജ് അധികൃതർക്ക് തോന്നാത്തത് ഇപ്പോൾ അത് വിവാദമായതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, അപ്പോൾ വീഡിയോ ആദ്യമേ കാണുന്നവർക്ക് തന്നെ അറിയാം ഇത്രമാത്രം വിവാദമാകത്തൊക്കെ എന്താണ് വീഡിയോയിലുള്ളതെന്നാണ്. ഞങ്ങൾ ഉൾപ്പെടുന്ന വിദ്യാർത്ഥി സമൂഹത്തിനും പൊതുബോധത്തിനും ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം. എന്താണ് വിവാദമാകത്തൊക്കെ എന്താണ് വീഡിയോയിലുള്ളതെന്ന് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇണപ്രാവുകൾ എന്ന് പറയുന്ന മുട്ടത്തുവർക്കിയുടെ ഒരു നോവൽ വായിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അതിൽ പ്രണയാനുഭവം അല്ലാതെ മറ്റെന്താണ് ദർശിക്കാൻ കഴിയുക? സ്വാഭാവികമായും സഹജമായും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിലെ ഏറ്റവും മനോഹരമായ ഒരു അനുഭവത്തെ മുട്ടത്തുവർക്കി വരച്ചിടുന്നത് ലൈബ്രറിയിലിരുന്ന് വായിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നമാണത്. അതുപോലും മനസ്സിലാക്കാൻ കോളേജ് അധികൃതർക്ക് കഴിയാതെ പോകുന്നുണ്ടോ ആത്മജ്? അതെ, തീർച്ചയായും. അതുമാത്രമല്ല, ഇത് കോളേജ് ഈ വീഡിയോ പിൻവലിക്കില്ല, മാനേജ്മെന്റ് ഇത് പിൻവലിക്കാനിടയായ കാരണം ഇത് ചില പ്രത്യേക വിഭാഗം ആൾക്കാർ ഇത് തെറ്റായ രീതിയിൽ ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നതുകൊണ്ടും വിദ്യാർത്ഥികൾക്ക് നേരെ കുറേയധികം പേര് ശ്രദ്ധിച്ചോന്നറിയില്ല, വിദ്യാർത്ഥികൾക്ക് നേരെ നല്ല സൈബർ ബുള്ളിങ് നടക്കുന്നുണ്ട്. അവരുടെ ഫാമിലിക്കെതിരെയും അവർക്കെതിരെയും മോശമായിട്ട് സൈബർ ബുള്ളിങ്, സെക്ഷൽ അബ്യൂസ് ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ച 2 കഥാപാത്രങ്ങളും 3 കഥാപാത്രങ്ങളും ആ കോളേജിന്റെ വിദ്യാർത്ഥികളും ഒക്കെയാണോ? അതെ. ഒന്ന് കോളേജിലെ അധ്യാപകരും മറ്റു 2 പേര് എന്റെ ക്ലാസ്മേറ്റ്സും ആണ്. അതായത് ഒന്ന് അധ്യാപിക തന്നെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അല്ലേ ആത്മജ്? അതെ, അവസാനം വന്നിരുന്ന അധ്യാപികയാണ്. അതാ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തോന്നാത്തൊരു കാര്യം പ്രചരിപ്പിച്ചപ്പോൾ ചില ആളുകൾ പ്രതികരിച്ചു. അവരുടെ സമ്മർദ്ദത്തിന് മാനേജ്മെന്റ് വഴങ്ങി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതെ, തീർച്ചയായിട്ടും.
അത് നമുക്കറിയാം വീഡിയോ ഒരു 100 പേരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 80 പേരോളം ആ വീഡിയോയെ പോസിറ്റീവായ രീതിയിലാണ് ആ വീഡിയോനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. കേവലം ചെറിയൊരു ശതമാനത്തിന്റെ എന്താണ് അതിനെ പറയേണ്ടതെന്ന് കൃത്യമായി എനിക്കറിയില്ല. ആ കേവലം ഒരു ചെറിയ ശതമാനത്തിന്റെ തെറ്റായ രീതിയിൽ അവർ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വീഡിയോ പിൻവലിക്കേണ്ട എന്താണ് അവർ സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായിട്ടും ഉയർത്തുന്ന വിമർശനം? ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ഭാഗത്ത് കണ്ട കുറിപ്പിൽ പറയുന്നത് ഇത് പ്രണയിക്കാൻ വേണ്ടിയാണോ കോളേജിൽ പോകുന്നത് എന്നതാണ് ആ ചിത്രം നൽകുന്ന സന്ദേശം എന്നാണ്. പക്ഷേ മാനേജ്മെന്റ് ഇന്ന് നൽകിയിരിക്കുന്ന വിശദീകരണ കുറിപ്പിൽ പറയുന്നത് കോളേജിന്റെ പ്രഖ്യാപിത മൂല്യത്തിനെതിരാണ് എന്നുള്ളതാണ്. കോളേജിന്റെ പ്രഖ്യാപിത മൂല്യം ഒരു പ്രണയ ഭാവന ഒരു വിദ്യാർത്ഥി കാണാൻ പാടില്ല എന്നതാണോ? അങ്ങനെയല്ല, നമുക്കറിയാം ക്യാമ്പസ് എന്ന് പറയുന്നത്, ക്യാമ്പസിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇപ്പോഴും കലയും കായികവും രാഷ്ട്രീയവും അതുപോലെ പ്രണയവും സൗഹൃദവും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഒരു കോളേജ് കലാലയം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം യഥാർത്ഥത്തിൽ ഈ വീഡിയോ കേവലം ഞാൻ പറഞ്ഞതുപോലെ അഡ്മിഷന്റെ ഭാഗമായിട്ട് ഇറക്കിയ ഒരു പ്രൊമോഷൻ വീഡിയോ മാത്രമാണ്. അതാണ് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രൊമോഷൻ വീഡിയോയ്ക്ക് ആരാണ് പണം മുടക്കിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. കോളേജിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലോ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിലോ അത് ഷെയർ ചെയ്യപ്പെട്ടിരുന്നോ? കോളേജിനെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് പേജുകളിലാണ് ഈ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കോളേജിന്റെ ഡിപ്പാർട്ട്മെന്റ് വീഡിയോയിലും കോളേജിന്റെ ഇൻസ്റ്റാഗ്രാം പേജുള്ളത്, കോളേജിന്റെ ഔദ്യോഗികമായിട്ടുള്ളതല്ല, കോളേജിന്റെ അല്ലാതെ ഉള്ള അതായത് ഈ കോളേജ് മാനേജ്മെന്റിനെയും അധ്യാപകരെയും സമ്മർദ്ദത്തിലാക്കാൻ ചില തൽപര കക്ഷികൾക്ക് സാധിച്ചിരിക്കുന്നു അല്ലേ ആത്മജ്? അതെ അതെ, തീർച്ചയായിട്ടും അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നു തന്നെ പറയാം. നിങ്ങൾ SFI പോലൊരു പ്രസ്ഥാനം എങ്ങനെയാണ് ഇനി ഇതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നത്? നിങ്ങൾ ഇനി വിവാദം വേണ്ട, ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണോ? അതല്ല ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ, ഒരു വിദ്യാർത്ഥിയുടെ പ്രണയഭാവനയുമായി ബന്ധപ്പെട്ട ഒരു രൂപത്തെ ഈ കോളേജ് അധികൃതർ ഈ രീതിയിൽ പിൻവലിക്കേണ്ടതില്ലായിരുന്നു എന്നതിൽ പ്രതിഷേധിക്കാൻ പോകുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെയല്ല, തീർച്ചയായിട്ടും ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു, ഞാൻ കോളേജ് യൂണിയൻ ഭാരവാഹിയാണ്. കോളേജിലെ വിദ്യാർത്ഥി നിലയ്ക്കാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. SFIയുടെ നിലപാടിൽ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഔദ്യോഗികമായിട്ട് മേൽ കമ്മിറ്റികൾ ഇതുവരെ അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ പിന്നീട് അറിയിക്കും. അത്തരത്തിലേക്ക് പൊതുവെ വിദ്യാർത്ഥികളുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? നിങ്ങൾ നേരിട്ട് കണ്ട വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഈ പരിസ്ഥിതി അനുകൂലിക്കുന്നവരല്ലേ? തീർച്ചയായിട്ടും ഈ പരസ്യചിത്രത്തിൽ ഏതെങ്കിലും ഭാഗം മജോറിറ്റിയോളം വിദ്യാർത്ഥികൾ തന്നെ ചോദിക്കുന്ന കമന്റ് സെക്ഷൻ വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഇത് ആരാണ് ആത്മജീതിന് പിന്നിൽ, ഈ കുപ്രചരണത്തിന് പിന്നിലുള്ളത്? എന്റെ അറിവിൽ എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഷാജൻ സ്കറിയയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നാണ് ഈ വീഡിയോയ്ക്കെതിരെ, അല്ലെങ്കിൽ എന്തിനാണ് കോളേജിൽ പോകുന്നത്, പ്രണയിക്കാനാണോ എന്ന ടൈറ്റിലോടുകൂടി ആദ്യമായി ഈ വീഡിയോ പ്രചരിക്കുന്നത്, നെഗറ്റീവ് പബ്ലിസിറ്റിയോടെ ഈ വീഡിയോ പ്രചരിക്കുന്നത് ഷാജൻ സ്കറിയ എന്ന മറുനാടൻ മലയാളിയുടെ ഓൺലൈൻ പേജിൽ നിന്നാണ്. ശേഷം പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഏറ്റെടുത്ത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും വ്യാപകമായി പ്രചരിക്കുകയാണ് ഉണ്ടായത്. അതും തെറ്റായ രീതിയിൽ. ഈ പ്രചരിപ്പിക്കുന്നവർക്ക് അവർ ഈ കോളേജിനെ കുറിച്ചോ ഒന്നും തന്നെ അറിയാത്തവരെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അവർ ഒരിക്കൽ പോലും അവരോട് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഒരിക്കലെങ്കിലും നിർമ്മല കോളേജിലോട്ട് കടന്നു വരണം. നിർമ്മലയെ വിലയിരുത്തേണ്ടത് കേവലം ഒരു വീഡിയോയുടെ ലേബലിലല്ല, കോളേജിൽ അക്കാഡമിക് ഗ്രാഫ് വിലയിരുത്തണം. ഇണപ്രാവുകൾ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു നോവൽ വായിച്ച് അതിലെ റാഹേലിനെ, അതിലെ കഥാപാത്രത്തെ, രാജനെ ഒക്കെ കാണുമ്പോൾ, ആന്റണിയെ ഒക്കെ വായിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ കോളേജിലുണ്ട് എന്നുള്ളത് ആ കോളേജിന് അഭിമാനമല്ലേ, അപമാനമല്ലല്ലോ ആകേണ്ടത്? അതെ തീർച്ചയായിട്ടും. മാത്രമല്ല അതിന്റെ വീഡിയോ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, കോളേജിൽ വലിയ മെസ്സേജോടുകൂടി. അതെ, മെസ്സേജോടുകൂടി ആ പാഠം അല്ല, മാത്രവുമല്ല അതിന്റെ അവസാനം റീഡിംഗ് ഓപ്പൺസ് യുവർ മൈൻഡ് ആൻഡ് ഇഗ്നൈറ്റ്സ് ഇമാജിനേഷൻ. തീർച്ചയായിട്ടും അതിന്റെ സ്വപ്നം കാണാനാണ്, കൂടാതെ ഒരു നല്ല മെസ്സേജ് കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതെ, നിങ്ങൾ വായിക്കൂ. റീഡിംഗ് ഓപ്പൺസ് യുവർ മൈൻഡ് ആൻഡ് ഇഗ്നൈറ്റ്സ് ഇമാജിനേഷൻ. നിർമ്മല കോളേജ് മൂവാറ്റുപുഴ വെൽക്കംസ് യു ടു ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ, കം റീഡ് ആൻഡ് ലീവ് എന്നൊരു മഹത്തായ മെസ്സേജ് കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഈ വിവാദമാക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതൊരു വിവാദമാകപ്പെടണമെന്ന് കരുതുന്ന പ്രചരിപ്പിക്കുന്ന ആളുകളൊന്നും ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ പ്രമേയം എന്താണെന്നോ തരത്തിൽ യാതൊരു തരത്തിലുള്ള അവബോധം ഇല്ലാത്തവരെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതായത് നമുക്ക് സൂചിപ്പിക്കാനുള്ള, ഈ പ്രചരിപ്പിക്കുന്ന ആളുകളോട് സൂചിപ്പിക്കാനുള്ള, നിങ്ങൾ ഒരിക്കലെങ്കിലും ക്യാമ്പസിലേക്ക് കടന്നു വരിക. ഈ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുക. വിദ്യാർത്ഥികളെ ഒരു കോളേജിനെ ആൻഡ് ഇഗ്നൈറ്റ്സ് ഇമാജിനേഷൻ, ഭാവനയെ ജ്വലിപ്പിക്കുന്നു എന്നാണ് ഈ പരസ്യചിത്രത്തിന്റെ ഏറ്റവും ഒടുവിൽ പറയുന്നത്. മാത്രവുമല്ല, ആ നോവൽ വായിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ തോന്നുന്ന ഭാവന മാത്രമാണത്. ആ വിദ്യാർത്ഥി നേരിട്ട് പ്രണയിക്കുകയല്ല,
അതാണ് അതിന് ഏറ്റവും രസകരമായ കാര്യം. വീഡിയോ ആ നോവൽ അല്ലല്ല, വായിക്കുമ്പോൾ അതിൽ ഒരിക്കലുമല്ല. ആന്റണിയായും വിദ്യാർത്ഥിയുടെ ഭാവന വളർത്താൻ വേണ്ടി കൂടുതൽ എന്നൊരു മെസ്സേജ് കൂടിയാണ് തരുന്നത്. Yes, അപ്പോ ആത്മജ്. ഈ പ്രചരിപ്പിക്കുന്നവര് കൗതുകകരമായ കാര്യം വീഡിയോ കാണുക എനിക്കിത് നിങ്ങളുടെ പ്രിൻസിപ്പലിനോട് ചോദിക്കേണ്ടിയിരുന്നതും അതാണ്. അപ്പോ ഇണപ്രാവുകൾ വായിക്കുമ്പോൾ ആന്റണിയായും റാഹേലായും ഉള്ളിൽ സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥി ഈ കോളേജിനുണ്ട് എന്നുള്ളത് ആ കോളേജിന്റെ അഭിമാനമല്ലേ? നിങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്ന രാജ്യങ്ങളെ കുറിച്ചും ആ രാജ്യത്തിലെ രാജാക്കന്മാരെ കുറിച്ചും തോന്നലുണ്ടാവുക ആ കോളേജിന്റെ അഭിമാനമല്ലേ? അതുകൊണ്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണല്ലോ ആ വിദ്യാർത്ഥി അത് വായിച്ചാസ്വദിക്കുന്നത്. അതല്ലേ അടിസ്ഥാനമായ ആ പുസ്തകത്തിന്റെയും ലക്ഷ്യം. അപ്പോ സാഹിത്യത്തിന്റെ ലോകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കോളേജിന് ഒട്ടും ഗുണകരമല്ലാത്തൊരു നിലപാടായിട്ടാണ് വിദ്യാർത്ഥി സമൂഹവും അത് വിലയിരുത്തുന്നത്. പ്രണയത്തെ ഭയക്കുന്ന ഈ പറഞ്ഞ തൽപര കക്ഷികൾക്ക് ഈ കോളേജിനെ കുറിച്ചോ കോളേജിൻ്റെ അന്തസ്സിനെ കുറിച്ചോ കോളേജിൻ്റെ അഭിമാനത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല. നിർമ്മല കോളേജിനെ ഒരു വീഡിയോയെ വക്രീകരിച്ച് നടത്തുന്ന പ്രചരണത്തിന് കൊണ്ടൊന്നും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ആത്മജിൻ്റെ പ്രസ്താവനയോട് ഞങ്ങളും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. അത് നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. മുട്ടത്ത് വർക്കിയെ വായിക്കാമെങ്കിൽ മുട്ടത്ത് വർക്കിയുടെ ഇണപ്രാവുകളിലെ കഥാപാത്രങ്ങളെ ഭാവനയിൽ കാണാനുള്ള അവകാശവും വിദ്യാർത്ഥികൾക്കുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുന്നു. ആത്മജ്, നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. എന്തായാലും നിങ്ങളിനി സമരത്തിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു. സമരത്തിനില്ല, സമരം ചെയ്യേണ്ട ഒരു ആവശ്യപാട് ഉണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, സൂചിപ്പിച്ച പോലെ SFIയുടെ പരസ്യമായ നിലപാട് പറയാനല്ല ഞാനിവിടെ എത്തിയിരിക്കുന്നത്. SFI ഭാരവാഹിയാണ് എന്ന നിലയ്ക്ക് SFIയുടെ മേൽ കമ്മിറ്റികളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ടൊരു അറിയിപ്പോ തരത്തിലൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇത് ഇത്രമാത്രം വിവാദമാകത്തക്ക ഒരു വിഷയമല്ല. ഒന്ന്, വിദ്യാർത്ഥികളെ ഒറ്റപ്പെടുത്തും. ഇതിനകത്ത് ആകെ നമുക്ക് ഒരു താങ്ക് യു ആത്മജ്, ചർച്ചയിൽ പങ്കുചേർന്നതിന്. ഇത്ര മാത്രമേ നമുക്ക് ആവർത്തിച്ച് പറയാനുള്ളൂ. പ്രണയത്തെ ഭാവനയിൽ കാണാനുള്ള വിദ്യാർത്ഥിയുടെ അവകാശത്തെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. അതിൻ്റെ പേരിൽ കോളേജ് അധികൃതർ പിൻവാങ്ങരുത്. അത് കോളേജ് വിദ്യാർത്ഥികളുടെ അവകാശമാണ്. വായിക്കാനും ആ വായനയുടെ ഭാവനാലോകത്ത് അവർക്ക് അലഞ്ഞു നടക്കാനുമുള്ളത് അവരുടെ അവകാശമാണ്. അതിനെ പ്രണയിക്കാനാണോ ക്യാമ്പസിൽ പോകുന്നത്? മുട്ടത്ത് വർക്കിയെ വായിച്ചാൽ പിന്നെ തോന്നേണ്ടത് ആണവായുധാക്രമണത്തെക്കുറിച്ചല്ല, പ്രണയത്തെക്കുറിച്ച് മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി പ്രേക്ഷകർക്ക് കാണാം ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.